പാലക്കാട് വാടാനാംകുറിശ്ശിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ഒരു മരണം. മരിച്ചത് ബൈക്ക് യാത്രികനായ പൊയിലൂർ സ്വദേശി അമീൻ. കേരള കോൺഗ്രസ് ബി പറവൂർ നിയോജക മണ്ഡലം പുനഃസംഘടനാ ആലോചന യോഗം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KG പ്രേംജിത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പറവൂർ നിയോജക മണ്ഡലം ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. എറണാകുളം പറവൂരിൽ പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചു. താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഫാദർ ജോൺസൺ അന്തിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആനാപ്പുഴയിൽ ഉപ്പുവെള്ളം കയറി ജനജീവിതം ദുസ്സഹമാകുന്നതായി പരാതി. ആനാപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തി. മാർച്ച് വിഷയത്തിൽ സർക്കാരും നഗരസഭയും അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട്. ആർമി ദിനാചരണത്തിന്റെ ഭാഗമായി സൈനികർക്ക് പൂച്ചെടികൾ സമ്മാനിച്ച് NCC കേഡറ്റുകൾ. തൃശൂർ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച സമ്മേളനം NCC ഓഫീസർ മേജർ PJ സ്റ്റൈജ് ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തകൻ വെച്ചൂച്ചിറ മധുവിന്റെ കേരള രാഷ്ട്രീയം ഇതുവരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പുസ്തകം പ്രകാശനം ചെയ്തു. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം നേടിയ കവി ഡോക്ടർ C രാവുണ്ണിയെ അനുമോദിച്ചു. CPIM തൃശൂർ മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശനും മണലൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളും വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്.